തീവ്രവാദ സംഘടനയുമായി യാതൊരുവിധ ബന്ധവും പാടില്ല എന്ന ബേബിയുടെ നിലപാടിനെതിരെ പിണറായി രംഗത്തെത്തിയതാണ് ഭിന്നത രൂക്ഷമാകാൻ കാരണം. മരുമകനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് സഖ്യമെന്ന നിലപാടിലാണ് ബേബി. പാലക്കാട്, മങ്കട, വേങ്ങര മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥിക്ക് SDPI പിന്തുണ പ്രഖ്യാപിച്ചതിനെ തള്ളിപ്പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് എടുത്തതാണ് ഭിന്നത രൂക്ഷമാക്കിയത്. ബേപ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ SDPIയുമായി ബന്ധം നിലവിലുണ്ട്. LDF മലപ്പുറം ഉൾപ്പെടെ പലയിടത്തും സ്വതന്ത്രരെ നിർത്താറുണ്ട് എന്നും അത് മുസ്ലിം ലീഗിന് വലിയ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പിണറായി പറയുന്നു. അതിൽ വിഷമമുള്ളവരുണ്ടാകും. അത്തരം കാര്യങ്ങളിൽ തെറ്റായ ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഡീല് ആരോപണം നുണയാണെന്നും പിണറായി വിജയൻ പറയുന്നു. മത്സര ചിത്രം തെളിഞ്ഞതോടുകൂടിയാണ് പ്രചാരണ അജണ്ട സെറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള കടന്നാക്രമണത്തിലേക്ക് നേതാക്കൾ കടന്നത്. CPM BJP ഡീല് ആരോപണമുയർത്തി പ്രതിപക്ഷ നേതാവാണ് അതിന് തുടക്കമിട്ടത്. നേരിടാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി. കോൺഗ്രസിനെ പൊതുവെയും പ്രതിപക്ഷ നേതാവിനെ പ്രത്യേകിച്ചും സംഘപരിവാർ ബന്ധത്തിൽ കുരുക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. ആ വാഗ്ദാനം ഇപ്പോഴും തുടരുന്നുമുണ്ട്. സർക്കാരിന്റെ 10 വർഷത്തെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളോട് വിവരിച്ച് വിശ്വാസം നേടിയെടുത്തും ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിൽ UDFനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തിയുമുള്ള പ്രചാരണ അജണ്ടയുമായാണ് LDF പോരിനിറങ്ങിയത്. 10 വർഷത്തെ ഭരണകോട്ടങ്ങളാണ് UDFും അവതരിപ്പിക്കാൻ ഉന്നമിട്ടത്. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിന്റെ പേരിൽ UDFനെ കുറ്റപ്പെടുത്തിയ LDF SDPI PDP ബന്ധമുണ്ടെന്ന ആരോപണം കേൾക്കുന്ന സ്ഥിതിയിലെത്തി. SDPI ബന്ധം സംബന്ധിച്ച ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി. SDPIയുടെ തെരഞ്ഞെടുപ്പ് നിലപാട് തന്നോടല്ല അവരോട് ചോദിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വോട്ടിനു വേണ്ടി LDFന് അവസരവാദ നിലപാടില്ല, തത്വനിഷ്ഠിത നിലപാടാണ്. നാടിന് ആപത്തായതിനാലാണ് വർഗീയതയെ LDF എതിർക്കുന്നത്. 10 വർഷം വർഗീയ സംഘർഷം കേരളത്തിൽ ഉണ്ടായില്ല. എല്ലാ കാലത്തും വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് LDF സ്വീകരിച്ചത്. എല്ലാ വർഗീയതയും LDF എതിർക്കും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ UDF ആരോപണം ഉന്നയിക്കുകയാണ്. അതിലൂടെ എന്തെങ്കിലും നേട്ടമാണെന്ന് വിചാരിക്കേണ്ടതില്ല. ജനം ശരിയായ രീതിയിൽ വിലയിരുത്തും. എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. UDF പ്രചരിപ്പിക്കുന്നത് പോലെ CPMന് ഏതെങ്കിലും വർഗീയ ശക്തികളുമായി ബന്ധമുണ്ടെന്ന് വരുത്താനാണ് ശ്രമം. LDFനെ അന്ന് കിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. SDPIയെ കുറിച്ച് താനല്ല മറുപടി പറയേണ്ടത്. അത് SDPIക്കാരോട് തന്നെ ഇപ്പോൾ ചോദിക്കണം. പ്രത്യേക അജണ്ടയുമായി വന്നതാണെങ്കിൽ അത് മാറ്റിവെച്ചാൽ മതി. SDPIയെ കുറിച്ച് താനാണോ മറുപടി പറയേണ്ടത്? അത് SDPIക്കാരോടല്ലേ ചോദിക്കേണ്ടത്? SDPI വോട്ടുകൾ വേണ്ടെന്ന വെക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകാനും തയ്യാറായില്ല. UDFനാണ് ഇത്തരം സംഘടനകളുമായി വോട്ട് കച്ചവടമുള്ളതെന്നും തനിക്കെതിരെയുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ പ്രത്യേക അജണ്ടയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചില മണ്ഡലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളെ പിൻവലിച്ചതും LDF സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞതും സംബന്ധിച്ച ചോദ്യങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ചൊടിപ്പിച്ചു. ഇയാൾക്ക് വേറെന്തോ സൂക്കേടാണ് കേട്ടോ എന്നാണ് ഒരു മാധ്യമപ്രവർത്തകനോട് പ്രതികരിച്ചത്. മരുമോനിസത്തിനെതിരെയാണ് തന്റെ പോരാട്ടമെന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന്റെ ആരോപണം സംബന്ധിച്ച ചോദ്യത്തോടും മുഖ്യമന്ത്രി ക്ഷുഭിതനായി. നാവിന് എല്ലില്ലാത്തയാൾ പറയുന്നത് ഇവിടെ വന്ന് ചോദിക്കരുതെന്നും അൻവറിന്റെ മെഗാഫോണ് ആയി മാധ്യമപ്രവർത്തകർ മാറരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് CPM SDPIയും തമ്മിൽ പരസ്യധാരണയുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് SDPIയുമായി ധാരണയുണ്ടാക്കിയിരുന്നത്. വേങ്ങര, മക്കട എന്നിവിടങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളായിരുന്നവരാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥി. SDPI PDP തുടങ്ങിയവരുമായി ബന്ധമുണ്ടാക്കിയതും CPM ആണെന്നും ചെന്നിത്തല ആരോപിച്ചു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദി ലീഡർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SDPI RSSന്റെ ഉൽപ്പന്നമാണ് എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. BJPയുമായി കേരളത്തിൽ ഡീൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. SDPI RSS ബന്ധം കനകോലു ക്യാപ്സ്യൂളാണ്. SDPI ചർച്ച ചെയ്ത പിന്തുണയും സഹകരണവും തേടുന്ന നയം LDFന് ഇല്ലെന്നും ബേബി വ്യക്തമാക്കി. നേരത്തെ പറഞ്ഞത് BJPയുമായി CPMന് ഡീൽ ഉണ്ടെന്നാണ്. രാഹുൽ ഗാന്ധിയെ കൊണ്ടും മല്ലികാർജുന ഖാർഗെയെ കൊണ്ടും ഇക്കാര്യം പറയിച്ചു. SDPI എന്ന് പറയുന്നത് RSSന്റെ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് SDPIയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ നിലപാട് തിരുത്തണമെന്നാണ്. ഈ സംഘടനകളിൽ നിന്ന് സഹായം സ്വീകരിക്കുന്ന സമീപനം CPMനും LDFനുമില്ല. അവരുടെ പ്രവർത്തകർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് നോക്കി അവരുടെ കൈ പിടിച്ച് തടസ്സപ്പെടുത്തുന്നത് സാധ്യമല്ല.
എം.എ. ബേബി വ്യക്തമാക്കി. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPI നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ മുമ്പേ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിലെ പാർട്ടി ദേശീയ ഓഫീസിലും കേരളത്തിൽ തിരുവനന്തപുരം പാളയത്തെ സംസ്ഥാന ഓഫീസിലും അടക്കം ED റെയ്ഡ് നടന്നു. രാജ്യമെമ്പാടുമുള്ള 15ഓളം SDPI ഓഫീസുകളിലാണ് റെയ്ഡ് നടന്നത്. വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി മനസ്സിലാകുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുവരെ ഇവർക്ക് സഹായമെത്തുന്നു. ഓരോ SDPIക്കാരും കോടീശ്വരന്മാരാണ്. പണത്തിന്റെ ഉറവിടം പക്ഷേ ആർക്കും അറിയില്ല. ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ, ജയ്പൂർ, താനെ, ഹൈദരാബാദ്, റാഞ്ചി എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും മലപ്പുറത്തെ ചില കേന്ദ്രങ്ങളിലും ED റെയ്ഡ് നടത്തി. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വിവിധ ഓഫീസുകളിൽ റെയ്ഡ് നടന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഫൈസിക്കെതിരായ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. നിരോധിത സംഘടനയായ PFIയുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത സാമ്പത്തിക ഇടപാടുകളാണ് SDPIയിലേക്ക് എൻഫോഴ്സ്മെന്റിനെ എത്തിച്ചത്. PFIക്ക് പിന്നാലെ SDPI നിരോധനത്തിനുള്ള സാധ്യതകൾ ED റെയ്ഡോടെ ശക്തമായിട്ടുണ്ട്. നിരോധന ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മലയാളിയായ മുഹമ്മദ് കുട്ടി ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിൽ കേരളത്തിന്റെ മതപരവും രാഷ്ട്രീയവുമായ സ്ഥിതിഗതികൾ ശരിയായി മനസ്സിലാക്കുന്നവർക്ക് അസ്വാഭാവികത തോന്നില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ തൃശൂർ പട്ടിക്കാട് സ്വദേശിയായ ഫൈസിയെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ED കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിയമവിരുദ്ധവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളായി ബന്ധപ്പെട്ട സാമ്പത്തിക ശൃംഖലകൾ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് EDയുടെ നടപടി. ഭീകരപ്രവർത്തനം നടത്തിയതായി തെളിഞ്ഞതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും അതിന്റെ 100ലേറെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. അന്ന് അറസ്റ്റിലാവാതിരുന്ന നേതാക്കളിൽ ഒരാളാണ് ഫൈസി.